TPM കുക്കിംഗ് ബ്ലോഗ്. സാധനം എന്താ പേര് പറഞ്ഞു കഴിഞ്ഞാൽ പെപ്സി നൂഡിൽസ്. വളരെ മോശമായിരുന്നു. പക്ഷെ ഇന്ന് ഉണ്ടാക്കാൻ പോണ എന്താണ്? ഇന്ന് നമ്മുടെ ഹൈദരാബാദി ചിക്കൻ 65 ഉണ്ടാക്കും. ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഹൈദരാബാദി ചിക്കൻ 65 ആണ് നമ്മൾ സാക്കിന് ഉണ്ടാക്കാൻ പോണത്. അപ്പൊ അതൊന്ന് ശരിക്ക് ചിക്കനാണ് ഇത്. നമ്മൾ വെള്ളത്തിലിട്ട് പുഴുങ്ങിയതിന് ശേഷമാണ് നമ്മൾ ഹൈദരാബാദി ചിക്കൻ 65 ചെയ്യാൻ പോണത്. ഒരു കോഴിമുട്ട ചേർക്കുന്നുണ്ട് കേട്ടോ. പൊടി ഇത് കുരുമുളക് നമ്മൾ മേടിച്ചിട്ട് ഇടിച്ച പൊടി കേട്ടോ. അല്ലെ ലൂസ് നമ്മള് റെഡിമെയ്ഡ് മേടിച്ചല്ല, ഒറിജിനൽ കുരുമുളക് മേടിച്ച് പൊടിച്ച പൊടി. ഇഞ്ചും വെള്ളവും കൂടെ മിക്സ് ആക്കിയിട്ട് അരച്ചതാണ്, പേസ്റ്റ് ആക്കിയതാണ്. അതും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ സോയാബീൻ സോസ് കണ്ടോളൂ. സോയാബീൻ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കേട്ടോ. 1/4 ടീസ്പൂണ് മുളകുപൊടി. ടൊമാറ്റോ സോസ് കോൺഫ്ലവർ 1 ടീസ്പൂണ് മൈദ. സ്പൂണ്. ഇനി നമ്മൾ ചെയ്യാൻ പോണ് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യുന്നു. ചേരുവകളെല്ലാം ചേർത്തിട്ട് ഇതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടെ ഓക്കെ. നമ്മളെ മൺചട്ടി അതിന്റെ മേളിൽ കയറ്റി വെച്ച് ഇനി എല്ലാ കാര്യങ്ങളും ഇവർ ചെയ്യും. അപ്പൊ അതെല്ലാം നോക്കുക, എങ്ങനെയൊക്കെ ഉണ്ട്, എങ്ങനെയൊക്കെ ചെയ്യണമെന്നെല്ലാം നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക. നമ്മളെ വീട്ടില് എത്രയും പെട്ടെന്ന് എപ്പോഴും ചെയ്യാവുന്ന ഒരു പാചകമാണ് ഇത്. അപ്പൊ എന്താ വെച്ചാല് പെട്ടെന്ന് നമ്മൾ ആരെങ്കിലും വിരുന്നേരം എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാം. കാരണം അങ്ങനെയുള്ളൊരു സംഭവമാണ് നമ്മളിവിടെ കാണിക്കാൻ പോണത്. അപ്പൊ എല്ലാരും ഒന്ന് നോക്കി ശ്രദ്ധിക്കുക, എന്തൊക്കെ ചെയ്യണേ ഏതൊക്കെ ചെയ്യുന്നു. ഒഴിക്കാൻ പോവാട്ടോ. സാധാ പാമോയിലാണ് ഒഴിക്കുന്നത്. ഒഴിക്കാൻ പോകണം. ചിക്കൻ ആണിത് മിക്സ് ആക്കി വെച്ചത്. അത് കുറുക്കിയിട്ട് നമ്മൾ ഇതില് എണ്ണയിൽ ഇടുന്നുണ്ട്. അയ്യോ, അപ്പൊ നമ്മൾ ഏകദേശം ഇങ്ങനെ പൊക്കോട പരുവത്തിലാണ് ഇടുന്നത് ഇട്ടുകൊണ്ടിരിക്കുന്നത്. മൊത്തത്തിൽ ഇടരുത്, ഓരോന്നോരോ പെറുക്കിയിട്ട് മാത്രമേ ഇടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഒന്നായിട്ട് കട്ട പിടിക്കും. ഇതാ ഏകദേശം ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇതാ ഒരു കുറച്ചും കൂടെ ഒരു കളർ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് ചട്ടിയിൽ നിന്ന് എടുത്ത് മാറ്റണം കേട്ടോ. ഓക്കെ, ഫ്രൈ ചെയ്ത ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മളൊരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റാൻ പോവാണ്. അപ്പൊ ചിക്കൻ നമ്മള് ഇതിലേക്ക് എടുത്ത് മാറ്റിട്ടോ, പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇഞ്ചി, ഇത് വെള്ളുള്ളി കേട്ടോ. ഇത് ചെറുനാരങ്ങ, മല്ലിച്ചപ്പ്, കറിവേപ്പില, പച്ചമുളക്, പിന്നെ തൈരാണ്. ഈ ചിക്കൻ നമ്മൾ എന്ത് ചെയ്യുന്ന വറവ് ചെയ്യും, നമ്മള് വറവിടുക എന്നത്. അതാണ് ഇപ്പൊ ചെയ്യാൻ പോണത്. അതിന് ആവശ്യമുള്ള സാധനങ്ങൾ ഇവിടെ കൊടുത്തു വെച്ചിട്ടുണ്ട്. ഓയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയാണ്, ഇഞ്ചി വെള്ളുള്ളി. ഓക്കെ, അത് ഇഞ്ചി ഇട്ടിട്ടോ. അടുത്ത വെള്ളുള്ളി ഇട്ട് പിന്നെ ഇടാൻ പോകുന്നത് പച്ചമുളകാണ്. പിന്നെ നമ്മൾ കരിപ്പട്ട, അതായത് കറിവേപ്പില. ഓക്കെ, അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഈ ചട്ടിയിലാണ് ഇട്ടൊന്ന് വരട്ടിയെടുക്കട്ടോ. നന്നായിട്ട് നടക്കുക. അത് നല്ല വാസന വരുന്നുണ്ട് അല്ലേ, സൂപ്പർ വാസന. അയ്യോ, നന്നായിട്ട് ഒരു കളർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ബ്രൗൺ കളർ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒന്നും കൂടെ നല്ല വാസന വരുന്നു. അടുത്തതായിട്ട് തൈരാണ്. 2, 3, 4 ഏകദേശം 4 സ്പൂൺ തൈര്. പക്ഷെ പച്ചവെള്ളം കേട്ടോ. ഒരു 1/2 ഗ്ലാസ് വെള്ളം. സ്പൂണ് മുളക് പൊടി.
1 ടീസ്പൂൺ ഉപ്പ് പാകത്തിന് കേട്ടോ. ഇതിൽ നോക്കിട്ട് 1/4 ടീസ്പൂൺ കുരുമുളക്, ചെറുനാരങ്ങന്റെ നീര് കേട്ടോ. ചെറുനാരങ്ങന്റെ നീര് അത്യാവശ്യം നീരുണ്ട് കേട്ടോ. ചെറുനാരങ്ങ ഇത് ഫുഡ് കളർ കേട്ടോ. ഇത് കുഴപ്പമില്ല, ഫുഡ് കളറാണ്. അത് തിളക്കട്ടെ. തയ്യാറാക്കി വെച്ച ചിക്കന് അത് ഇതിലേക്ക് ഇടാൻ പോകട്ടോ. ആട്ടോ, റെഡിയല്ല? നന്നായിട്ട് ഇളക്കുന്നു. ഏകദേശം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അവസാനം ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഇടാൻ പോണത് മല്ലിച്ചപ്പാണ്. അധികം മല്ലിച്ചപ്പ്. അയ്യോ, കാണാൻ എന്തൊരു മൊഞ്ചാണല്ലേ. സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. അയ്യോ, ഏകദേശം നമ്മളെ ഹൈദരാബാദി 65 റെഡിയാണ്. അപ്പൊ നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റാൻ പോകണം. എന്നിട്ട് അത് കഴിച്ചു നോക്കിയിട്ട് നമ്മൾ വിലയിരുത്തും. ഹൈദരാബാദി 65 ചിക്കൻ തയ്യാറായിട്ടുണ്ട് കേട്ടോ. വളരെ ഹൈദരാബാദി ചിക്കൻ 65 അല്ലേ? അപ്പൊ ഞാനൊന്ന് നോക്കിക്കോട്ടെ. അടിപൊളിയാ, സൂപ്പർ. ഇത് തയ്യാറാക്കിയത് ആരാണ്? സാക്കിർ. ഓക്കെ. എവിടെ സ്ഥലം പറഞ്ഞ? ഒറീസ. അപ്പൊ ഇതാണ് സാക്കിർ ട്ടാ. നല്ല ഫുഡാണ്, അടിപൊളി ഫുഡാണ്. ഇതൊന്ന് കഴിച്ചു നോക്കണം എല്ലാവരും. ഇത് വീട്ടിൽ തയ്യാറാക്കുന്നതാണ്. അതിന്റെ ചേരുവകളൊക്കെ ഇതിൽ വീഡിയോയിൽ ഇട്ടുണ്ട്. സൂപ്പർ ആയിട്ടുണ്ടോ? അടിപൊളിയാണ്. ഇന്നത്തെ എന്തൊക്കെ വിശേഷം? സുഖാണ്. ഇന്നലെ കണ്ടാണ്, ഇപ്പോഴേ കാണാണ്. ഇന്നലെ നമ്മള് ഒരു ഫുഡിനെ പറ്റിയിട്ട് സംസാരിച്ച്, ഫുഡ് ഉണ്ടാക്കി, അതിനെ പറ്റിയിട്ട് അഭിപ്രായം ചോദിച്ചു. നിങ്ങൾ പറഞ്ഞത് പോരാ പറഞ്ഞു. സത്യമാണ്, നമ്മൾ അംഗീകരിച്ചു. ഞാന് പോരാന്ന് പറയാൻ കാരണമുണ്ട്. അതെ അതെ, പെപ്സി നൂഡിൽസ് ഞാൻ പറയുന്നത് കേട്ടിട്ടുള്ളൂ. ഫുഡിൽ നമ്മൾ കഴിക്കാൻ കൊള്ളില്ലെങ്കിൽ ഞാൻ പറയണ്ടല്ലോ, നല്ലത് തന്നെ പറയും. അതെ അതെ, മോശപ്പെട്ട മോശം എന്ന് പറയണോ? അതായത് നമ്മള് ഇത് മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കുന്ന ഒരു സംഭവമാണ് ഇത്. അതെ, അപ്പൊ എല്ലാവർക്കും പഠിക്കാനാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളെ ഫുഡ് ഉണ്ടാക്കിയിട്ട് അത് വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഇത് ഉണ്ടാക്കണം. അപ്പൊ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചിലവരുണ്ട്, നമ്മളിത് എന്തെങ്കിലും ഒന്ന് കുത്തി കൂട്ടിയിട്ട് അത് ടേസ്റ്റ് ആണ് പറയും. അതല്ല, ഇത് ഒറിജിനാലിറ്റി ആണ്. അതെ അതെ. ഇന്നത്തെ ഫുഡിന്റെ അഭിപ്രായം എന്താണ്? ഇന്നത്തെ ഫുഡ് ഞാൻ കഴിച്ചു നോക്കി, കണ്ടല്ലോ. ഇന്നത്തെ ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല. ഇടിക്കാച്ച ഫുഡാണ്. ഫുഡ് നമുക്ക് കാണുമ്പോൾ നല്ല ചുരുക്കുള്ള ഫുഡ്. ഇതേപോലെ തന്നെയാണ് ടേസ്റ്റ്. അടിപൊളി. വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക,